പഞ്ചപാണ്ഡവർ ദ്രൗപദിയെയും കൊണ്ട് അവർ ഒളിച്ചു താമസിക്കുന്ന വനത്തിലെ വീട്ടിലെത്തി. അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുന്തിദേവി. മക്കള് പറഞ്ഞു, അമ്മേ, ഇന്നൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, വന്ന് ഒന്ന് നോക്കിയേ. അകത്ത് തിരക്കിലായിരുന്ന കുന്തിദേവി പറഞ്ഞു, എന്തായാലും നിങ്ങൾ തുല്യമായി പങ്കിട്ടെടുത്തുകൊള്ളാൻ. സാധാരണ ബ്രാഹ്മണവേഷം കെട്ടിയ ഇവർ പല വീടുകളിലും പോയി പിഷ എടുത്താണ് ജീവിച്ചിരുന്നത്. എന്തോ പിഷ ആഹാരമോ വല്ലതും ആയിരിക്കും എന്നോർത്താണ് കുന്തി ഇത് പറഞ്ഞതെങ്കിലും പുറത്തു വന്ന് ദ്രൗപദിയെ കണ്ട് അർജുനൻ സ്വയംവരം ചെയ്തു കൊണ്ടുവന്ന പെണ്ണാണെന്നറിഞ്ഞപ്പോൾ കുന്തിയും പകച്ചുപോയി, ലജ്ജിച്ചുപോയി. എന്തു ചെയ്യും? പക്ഷേ കുന്തിക്ക് അറിയാമായിരുന്നു, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്ത് നാളെ എൻ്റെ മക്കൾ, ഇത്രയും ഐക്യത്തോടെ നിൽക്കുന്ന എൻ്റെ മക്കൾ ലഹളയുണ്ടാക്കുമോ എന്ന് കുന്തിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന് അമ്മയുടെ വാക്ക് അതിൻ്റെ വിലയ്ക്ക് തന്നെ എടുത്തു. അമ്മയുടെ വാക്ക് എങ്ങനെ ധിക്കരിക്കും? അമ്മ അബദ്ധത്തിലാണെങ്കിലും പറഞ്ഞു പോയില്ലേ തുല്യമായി പങ്കിടാൻ. എന്തിനായിരുന്നു അങ്ങനെ ഒരു ശാഠ്യം എന്നും അറിയില്ല. എന്തായാലും അമ്മയുടെ വാക്ക് പാഴാക്കണ്ടെന്നോർത്തും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്റെ തത്സമയത്തെ ഒരു ഇടപെടൽ കൊണ്ടും 5 പേരുടെയും ഭാര്യ ദ്രൗപദിയായി. അന്നു മുതലാണ് അവളെ പാഞ്ചാലി എന്നറിയപ്പെട്ടത്.